അങ്കമാലിലെ ഒരു ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണിയെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്ത് 72 ദിവസം ജയിലിലിട്ട സംഭവങ്ങൾ നമ്മളാരും മറന്നിട്ടില്ല. ജീവിക്കാൻ വേണ്ടി, സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി അവർ മാന്യമായ ജോലി ചെയ്യുക ചെയ്ത്. അവരുടെ മരുമകളുടെ അനിയത്തി അവരുടെ സ്കൂട്ടർ ഉപയോഗിക്കുകയും അതിൽ മയക്കുമരുന്ന് എന്ന് പറയപ്പെടുന്ന എന്തോ ഒരു വസ്തു വയ്ക്കുകയും പിറ്റേ ദിവസം എക്സൈസ് ഉദ്യോഗസ്ഥർ വന്ന് ഈ സ്കൂട്ടറിനകത്തുനിന്ന് ഈ സാധനം എടുക്കുകയും മയക്കുമരുന്ന് പറഞ്ഞ് ഈ സ്ത്രീയെ പൊതുജന മധ്യത്തിലൂടെ കൊണ്ടുപോവുകയും 72 ദിവസം ജയിലിലിടുകയും ചെയ്തു. പക്ഷേ ഇവർക്കാരും പിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവും മകളും മരുമകനും ഒഴിച്ച് ആരും പിന്തുണയില്ലായിരുന്നു. ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരത്തേക്ക് ആരും പിന്തുണ സ്വാഭാവികമായിട്ട് കൊടുക്കില്ല. അവരുടെ ബന്ധുവാണെന്ന് പറയാൻ പോലും പലരും മടിക്കും. എന്നാൽ 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ലാബിൽ നിന്ന് ഇത് മയക്കുമരുന്നല്ല എന്നറിയുന്നത്. എന്നിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത് റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുകയോ ഇവരെ വെറുതെ വിടാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. പക്ഷേ അവരുടെ മരുമകനും ഭർത്താവും അതിൻ്റെ പിന്നാലെ പോയി ആ റിപ്പോർട്ട് വാങ്ങിച്ച് കോടതിയിൽ കൊടുത്ത് ഇവരെ കോടതി വെറുതെ വിടുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇവിടെ യഥാർത്ഥ സംഭവം, ഇതിൻ്റെ പിന്നിൽ ആരാണ്, എന്താണ് ഉദ്ദേശം, ഇതൊന്നും ഇന്ന് വരെയും തെളിയിക്കാൻ ഇവിടുത്തെ നിയമമാർഗങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അവരുടെ മരുമകളുടെ അനിയത്തിയുടെ സുഹൃത്താണ് ഇതിന് പിന്തുണ നൽകിയെന്നാണ് കാണാൻ കഴിയുന്നത്. നാരായണദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ നാരായണദാസും ഈ ഷീല സണ്ണിയും തമ്മിൽ കണ്ടിട്ടുമില്ല, പരിചയമില്ല. പിന്നെ നാരായണദാസിന് ഷീല സണ്ണിയോട് ഇങ്ങനെ ഒരു വൈരാഗ്യം വരേണ്ട കാര്യവുമില്ല. മറ്റൊരു സംഗതി, ഈ കേസ് പിടിക്കുന്നതിന് മുൻപ് തലേ ദിവസം അവിടുത്തെ എക്സൈസ് ഉദ്യോഗസ്ഥനും ഈ നാരായണദാസുമായിട്ട് മൊബൈലിൽ സംസാരിച്ചതിൻ്റെ റെക്കോർഡുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മയക്കുമരുന്നല്ലെന്ന് അറിയാമായിട്ടും അത് മയക്കുമരുന്നാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി അദ്ദേഹം കോടതിയിൽ ഹാജരാക്കി. എന്തുദ്ദേശത്തിലായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥൻ ഇത് ചെയ്തത്? അയാൾക്കതുകൊണ്ട് വ്യക്തിപരമായിട്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? ഈ നാരായണദാസിന് ഇതിൽ നിന്ന് എന്ത് പ്രയോജനവും ലഭിച്ചു? ഈ മരുമകളുടെ അനിയത്തിക്ക് എന്തായിരുന്നു ഇതിന് ഉദ്ദേശം? ഇതിനെ പിന്തുണച്ച മരുമകൾക്കും ഇവരുടെ സ്വന്തം മകനും എന്തോ ഉദ്ദേശം? എന്തായാലും ആ സ്ത്രീയുടെ മകളും ഭർത്താവും മരുമകനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. ഇന്ന് അവർ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് ചില സന്നദ്ധ സംഘടനകളൊക്കെ അവർക്ക് വീണ്ടും ബ്യൂട്ടി പാർലറൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്താലും ഒരു മോശം പേര് ലഭിച്ച ഒരു സ്ഥാപനം എന്ന നിലയിൽ വീണ്ടും അങ്ങോട്ട് ആളുകളൊന്നും ചെല്ലാതെ വരികയും അവർക്ക് നിർത്തി പോകേണ്ടി വന്നു. 72 ദിവസം മയക്കുമരുന്ന് കേസിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ ഇവിടുത്തെ ഏതെങ്കിലും മനുഷ്യാവകാശ പ്രവർത്തകന് അനുഭവപ്പെട്ടോ? ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകൾക്ക് അനുഭവപ്പെട്ടോ? ഇവിടുത്തെ ഏതെങ്കിലും പൗരപ്രമുഖർക്ക് അനുഭവപ്പെട്ടോ? ഇവരാരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? പാകിസ്ഥാനിൽ പ്രശ്നമുണ്ടായാൽ, ഇസ്രായേലിൽ പ്രശ്നമുണ്ടായാൽ, അമേരിക്കയിൽ പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ ചൈനയിൽ പ്രശ്നമുണ്ടായാൽ ഇവിടെ ബഹളം വെക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകരും ബുദ്ധിയുള്ള ജീവികളും ഒന്നും ഇതേ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് കേട്ടില്ല. ഇപ്പോഴും ഇതിലെ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവരുടെ വണ്ടിയിൽ ആരാ വെച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴും കണ്ടുപിടിക്കാനോ അന്വേഷിക്കാനോ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്ന പോലെ ഇവിടെ നിരപരാധികളൊക്കെ ശിക്ഷിക്കപ്പെടുന്നു, കുറ്റവാളികളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത്.
ഈ ഉദ്യോഗസ്ഥർക്ക്, എക്സൈസ് ഉദ്യോഗസ്ഥന് എന്തായിരുന്നു ഇതിൻ്റെ പിന്നിൽ? അദ്ദേഹം ഈ നാരായണദാസുമായിട്ട് പല ദിവസം സംസാരിച്ചായിട്ടാണ് ഫോൺ റെക്കോർഡ്. എന്തുദ്ദേശത്തിൽ വെച്ചു? അയാൾ ഇന്ന് സർവീസിൽ നിന്ന് ഇപ്പോഴും ശമ്പളം വാങ്ങിക്കല്ലേ? അയാളുടെ പേരിൽ എന്ത് നടപടിയെടുത്തു? ഈ വണ്ടിയിൽ ഇത് വെച്ച പെണ്ണിൻ്റെ പേരിൽ എന്ത് നടപടിയെടുത്തു? ഈ നാരായണദാസിൻ്റെ പേരിൽ എന്ത് നടപടി എടുക്കും? അദ്ദേഹം ജാമ്യത്തിലിപ്പോൾ ഇറങ്ങും. പക്ഷേ ഒരു വീട്ടമ്മ ജീവിതകാലം മുഴുവൻ നേടിയ പേരും ജോലിയെല്ലാം കളഞ്ഞിട്ട് ജയിലിൽ കിടന്നതിന് ആര് മറുപടി പറയും? ഇവിടെ എന്ത് നിയമവ്യവസ്ഥയാണുള്ളത്? സംശയാസ്പദമായ ഒരു ആളെ കസ്റ്റഡിയിലെടുത്ത അവൻ്റെ അടിവസ്ത്രം മാത്രം ഇടിയിച്ചുകൊണ്ട് അപ്പുറം ഇപ്പുറം നിന്ന് ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ തൂപ്പുകാർ വരെ നിന്ന് ഫോട്ടോ എടുത്ത പത്രത്തിലും ടി വിയിലും കൊടുക്കുന്ന കാലഘട്ടം ഇതുണ്ട്. പക്ഷെ ഇത്രയും ഗുരുതരമായ ഒരു തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ഇതിനകത്ത് പങ്കാളികളായ ആളുകളുടെ ഫോട്ടോയോ ഒന്നും ഇതുവരെയും അങ്ങനെ പേപ്പറിനകത്ത് വന്നില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്നില്ല. മാധ്യമങ്ങൾക്ക് അതല്ലല്ലോ ആ നേരം. അവരവിടെ രാഷ്ട്രീയക്കാർ തുമ്മി, മറ്റേ ആൾ മൂളി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിരപരാധികളായ ആളുകളെ ഒന്ന് കേൾക്കാൻ, ആ ഷീലാ സണ്ണി പറഞ്ഞ സംഭവം ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് കൊടുത്ത ഇൻഫർമേഷൻ ഏത് ഫോണിൽ നിന്നാണ് വന്നതെന്ന് അന്വേഷിച്ചിട്ട് ആ ആളെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും മനസ്സൊരുക്കം കാണിക്കാൻ അവിടുത്തെ ഉദ്യോഗസ്ഥനും കഴിഞ്ഞില്ല, ഇവിടുത്തെ മീഡിയയ്ക്കും കഴിഞ്ഞില്ല. മീഡിയ ബാക്കിയെല്ലാം ചകഞ്ഞെടുക്കുന്നതാണല്ലോ. ഇവിടുത്തെ യാതൊരു മീഡിയയ്ക്കും ഇതാരാണ് ഇതിന് ഇൻഫോമർ എന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും അവർക്ക് നീതി ലഭിക്കാൻ ആരാണ് അവരുടെ വണ്ടിയിൽ അത് വെച്ചത്, ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. ഈ വെറും നിരപരാധികളെ ഇട്ട് ഈ ക്രൂശിക്കുന്ന ഈ അവസ്ഥ ഒഴിവാക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇന്നല്ലേ നാളെ നമുക്കും ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരാളൊരു പരാതി രേഖാമൂലം പോലും കൊടുക്കണമെന്നില്ല, പറഞ്ഞാൽ മതി. നമ്മളെല്ലാം നമുക്കൊക്കെ എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ വരും പണി കിട്ടുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് മാക്സിമം ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യമായിരിക്കുന്ന ജാഗ്രത നമ്മൾ എടുക്കുകയും ചെയ്യുക.